നമസ്കാരം. നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച നോർവീജിയൻ മാധ്യമ പ്രവർത്തക ഹെല്ല ലിംഗ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണാത്തതിനെക്കുറിച്ചും ഇന്ത്യ എന്തിന് വിശ്വസിക്കണം എന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടിയ ഹെല്ലെ ഇപ്പോൾ ഉയർന്നു വന്ന പല നിർണായക ചോദ്യങ്ങൾക്കും മുന്നിൽ പതറുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർക്ക് പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാനാവാതെ പോയത്. NDTV പ്രതിനിധി ഗൗരി ദ്വിവേദി ഉന്നയിച്ച ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ് ഈ യുവ മാധ്യമ പ്രവർത്തക പതറിയത്. നോർവേയിലെ മാധ്യമ സ്വാതന്ത്ര്യം മുതൽ ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മ വരെ അഭിമുഖത്തിൽ ചർച്ചയായി. പ്രധാനമന്ത്രി മോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിച്ച് നോർവീജിയൻ പത്രത്തിൽ വന്ന വംശീയ അധിക്ഷേപമുള്ള കാർട്ടൂണിനെ അപലപിക്കാൻ പോലും അവർ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്ന് താൻ കരുതുന്നില്ലെന്ന് ഹെല്ലെ ലിംഗ് എക്സിൽ കുറിച്ചിരുന്നു. ഇത് കേവലം പ്രശസ്തി ലക്ഷ്യമിട്ടുള്ള നാടകമായിരുന്നു എന്ന ചോദ്യത്തിന് താൻ തന്റെ ജോലി മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു ഇവരുടെ മറുപടി. വിദേശ നേതാക്കളുടെ സന്ദർശനങ്ങളുടെ പശ്ചാത്തലത്തെ ചോദ്യം ചെയ്യുക എന്നത് തന്റെ ചുമതലയാണെന്നും പ്രധാനമന്ത്രി മോദിക്ക് ചോദ്യങ്ങളെ നേരിടാനുള്ള ഒരു അവസരം നൽകാനാണ് താൻ ശ്രമിച്ചതെന്നും അവർ അവകാശപ്പെട്ടു. നോർവീജിയൻ പ്രധാനമന്ത്രി യോനാസ് ഗാഹർ സ്റ്റോറുമായി ചേർന്ന് മോദി നടത്തിയത് വെറും ഒരു സംയുക്ത പ്രസ്താവന മാത്രമായിരുന്നു എന്ന് ഹെല്ലയ്ക്ക് അറിയാമായിരുന്നോ എന്നും ചോദ്യമുയർന്നു. ഈ വാർത്താ സമ്മേളനത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ നോർവേ വിദേശകാര്യ മന്ത്രാലയത്തെ മുൻകൂട്ടി അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് താൻ അതിന് മുതിർന്നിരുന്നില്ല എന്നവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇനി എപ്പോഴാണ് പ്രധാനമന്ത്രി മോദിയെ ഇത്തരത്തിൽ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ഒരേ മുറിയിലുണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ ചോദ്യം ഉന്നയിച്ചതെന്ന് അവർ ന്യായീകരിച്ചു. തന്റെ ചോദ്യത്തിന് ഇന്ത്യയിൽ ഇത്രമാത്രം വലിയ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരെ തന്റെ പോസ്റ്റിനോട് പ്രതികരിച്ചതിൽ അത്ഭുതമുണ്ടെന്നും അവർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അഭിമുഖം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവസരം ലഭിച്ചാൽ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്കകൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുമെന്നും ഹെല്ലെ കൂട്ടിച്ചേർത്തു. ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1ാം സ്ഥാനത്താണെന്ന കാര്യം ഹെല്ലെ എടുത്തും പറഞ്ഞു. എന്നാൽ ഖത്തറും ജോർദാനും പോലും ഈ സൂചികയിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ചില രാജ്യങ്ങൾക്ക് അർഹതയില്ലാത്ത സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്ന നിസ്സാരമായ മറുപടിയാണ് അവർ നൽകിയത്. 2018-ൽ നോർവീജിയൻ രാജകുടുംബം ചൈന സന്ദർശിച്ചപ്പോൾ ഉയ്ഗർ തടങ്കൽ പാളയങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ നടിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് താനന്ന് മാധ്യമപ്രവർത്തക ആയിരുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രതിരോധം. നോർവീജിയൻ പത്രമായ ആഫ്റ്റൻ പോസ്റ്റൺ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാമ്പാട്ടിയെ ചിത്രീകരിച്ച വംശീയമായി അധിക്ഷേപിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഹെല്ലെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. ഇത്തരം വംശീയമായ വാർപ്പ് മാതൃകളാണോ മാധ്യമ സ്വാതന്ത്ര്യം എന്ന ചോദ്യത്തിന് താൻ ലേഖനം പൂർണ്ണമായി വായിച്ചിട്ടില്ല എന്ന ഒഴിവുകഴിവാണ് അവർ പറഞ്ഞത്. ഇത് വംശീയതയാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അവർ തയ്യാറായില്ല. വംശീയതയും അധിക്ഷേപങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഈ കാർട്ടൂൺ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇത് പ്രസിദ്ധീകരിച്ച പത്രമാണ് ഇതിൽ മറുപടി പറയേണ്ടത്. പൂർണ്ണമായി മനസ്സിലാക്കാതെ ഇതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഹെല്ലെ പറഞ്ഞത്. എങ്കിലും ഏതെങ്കിലും നോർവീജിയൻ പത്രം വംശീയമായി പെരുമാറിയെന്ന് ഇന്ത്യക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പരിഹാസമാണോ അതോ വേദനിപ്പിക്കുന്ന ഒന്നാണോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. താൻ ജോലി ചെയ്യുന്ന ജാക്സ വിസൻ പത്രം 1990-കൾ വരെ നോർവേയിലെ ലേബർ പാർട്ടിയുടെ മുഖപത്രമായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലിനോടും ഹെല്ലെ ശക്തമായി വിയോജിച്ചു. തന്റെ മാധ്യമത്തെ ഒരു പാർട്ടിയുടെ ഉപകരണമായി വിശേഷിപ്പിച്ചത് അപകീർത്തികരമാണെന്നും നോർവേയിലെ പ്രമുഖ ചിന്തകർ ജോലി ചെയ്ത സ്ഥാപനമാണെന്നും അവർ അവകാശപ്പെട്ടു. ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് മുന്നിൽ ഹെല്ലേക്ക് ഇന്ത്യൻ ഭക്ഷണത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും സംസാരിക്കേണ്ടി വന്നു. തനിക്ക് ഇന്ത്യയെക്കുറിച്ച് നല്ലൊരു മനോഭാവമാണുള്ളതെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. കോവിഡ് കാരണം 2020-ൽ പ്ലാൻ ചെയ്ത് ഇന്ത്യൻ യാത്ര മുടങ്ങിയതായും ഇന്ത്യയെക്കുറിച്ച് താൻ ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്നും പത്രങ്ങളിൽ വായിച്ച അറിവ് മാത്രമാണുള്ളതെന്നും സമ്മതിച്ചുകൊണ്ടാണ് ഹെല്ലെ അഭിമുഖം അവസാനിപ്പിച്ചത്.